ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോ ചാർട്ടിംഗ് 5 പൈസ ഗ്രേറ്റ് ഈഗിൾ ടെക് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നോക്കി അറിയാൻ പറ്റും നമ്മുടെ മാർക്കറ്റ് അങ്ങനെയുള്ള വലിയൊരു മുന്നേറ്റമൊക്കെ നടത്താനുള്ള ശ്രമമൊക്കെ നടത്തിയായിരുന്നു. നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നിഫ്റ്റി നോക്കുമ്പോൾ നിഫ്റ്റി മനസ്സിലാകാൻ പറ്റും. നിഫ്റ്റി ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ തിങ്കളാഴ്ച മാർക്കറ്റ് വലിയൊരു ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു, തിരിച്ച് കയറി ഒരു ട്രെൻഡ് അപ്പായിട്ടൊക്കെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അവിടെ നിന്ന് ചൊവ്വാഴ്ച മാർക്കറ്റ് അവധിയായിരുന്നു. ബുധനാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു. പിറ്റേ ദിവസം ആ ഗ്യാപ്പിൻ്റെ ആ ഭാഗത്ത് കടന്ന് കളിച്ചതിന് ശേഷം ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് 24,400 ഭാഗത്തേക്ക് വന്നു. അവിടെ തിരിച്ചിറങ്ങി ട്യൂസ്ഡേയുടെ ലോ പൊട്ടി. എന്നാൽ മൺഡേ തിരിച്ച് ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് കയറി ഒരു നോർമൽ വേരിയേഷൻ അപ്പ് കൊടുത്ത് ചെറിയൊരു സ്പൈക്കോട് കൂടിയാണ് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച വീക്കിലി പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രെൻഡിങ് അപ്പായ ഒരു വീക്കായിരുന്നു. POC മോളിലോട്ട് മെർജ് ചെയ്തു 24,200 ഭാഗത്തേക്ക് POC വന്നിട്ടുണ്ട്. ഇടയ്ക്കൊരു വീക്കിലി ഗ്യാപ്പ് ഉണ്ട്, അതായത് 24,100നും 23,917 ഇടയ്ക്ക് ഏകദേശം 10-200 പോലുള്ള മാർക്കറ്റിൽ ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് ട്രംപിൻ്റെ പോസിറ്റീവായ കാര്യങ്ങളുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മുടെ മാർക്കറ്റ് ഗ്യാപ്പായിട്ട് വന്നിരിക്കുന്നത്. സോ ഇന്നലെ നിങ്ങൾ നോക്കിയറിയാൻ പറ്റും, അമേരിക്കയും ഇറാനും തമ്മിൽ എല്ലാ ചർച്ചകളും ക്ലിയർ ആയെന്നും ഇറാൻ ഹോർമുസ് കടലെടുക്ക് തുറന്നുവെന്ന് പറഞ്ഞുകൊണ്ട് രാത്രി ഞാൻ ഈ സംസാരിച്ച് കഴിഞ്ഞ് ഇന്നലെ നോക്കുന്ന സമയത്ത് നിഫ്റ്റി ഏകദേശം പറഞ്ഞ് 24,700 ഭാഗത്ത് 24,840 വരെ പോയത് 24,800 ഭാഗത്തേക്ക് 700 ഭാഗത്ത് ക്ലോസ് ആയി. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിനെ കാട്ടി ഏകദേശം പറഞ്ഞാൽ 10,200 നിഫ്റ്റി ക്ലോസ് ചെയ്തതിനെ കാട്ടി ഏകദേശം പറഞ്ഞാൽ എൻ്റെ ഒരു കണക്കൂട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു 350 പോയിന്റോളം പ്ലസ്സിലാണ് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഗ്യാപ്പുകളൊക്കെ നാളെ നിൽക്കുമോ? ഇന്ന് ഞാൻ ഈ സംസാരിച്ച് കഴിയുന്ന സമയത്ത് ഇത് നിഫ്റ്റി ഈ ഒരു റെഫറൻസിൻ്റെ ഭാഗത്തേക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ നാളെ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ന്യൂസ് നമ്മളെ മാർക്കറ്റിലേക്ക് ബാധിക്കുകയാണെങ്കിൽ, അതായത് ഇറാൻ പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ കടലിലൊക്കെ തുറക്കാനൊന്നും പോകുന്നില്ല, അടച്ചിടുന്നത്, അങ്ങനെ എന്തെങ്കിലും മാർക്കറ്റിൽ പറയുകയാണെങ്കിൽ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. സോ എന്നെ സംബന്ധിച്ചൊരു മൺഡേ ഈ ഒരു ഗ്യാപ്പ് നിഫ്റ്റി നിലനിർത്തുന്നുണ്ടെങ്കിൽ വേറെ നെഗറ്റീവ് ന്യൂസ് ഒന്നും ഇല്ലായെങ്കിൽ തിങ്കളാഴ്ച ഒരു ഗ്യാപ്പ് അപ്പിൻ്റെ ഭാഗത്തേക്കായിരിക്കും നിഫ്റ്റി ഓപ്പൺ ചെയ്യാവുന്നത്. സോ നമുക്ക് നോക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നോർമൽ വേരിയേഷൻ അപ്പല്ല, ഒരു ട്രെൻഡിങ് അപ്പായിട്ടാണ് നമ്മുടെ വീക്കിലി പ്രൊഫൈറ്റ് ക്ലോസ് ചെയ്തത്. നമ്മുടെ പ്രൊഫൈറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഒരു ട്രെൻഡ് അപ്പായിട്ടാണ് മാർക്കറ്റ് ആശാൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ ട്രെൻഡിങ്ങിൻ്റെ അപ്പ് കണ്ടിന്യൂഷൻ വന്നിട്ടുണ്ട്. അവനെ സംബന്ധിച്ച് ഈ ആഴ്ച നിങ്ങൾ നോക്കിയറിയാം, ഈ 24,600 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഈ 25,000 ഭാഗത്തേക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു സിംഗിൾ പ്രിൻ്റ് ഉണ്ട്. അതാണ് നിഫ്റ്റി 25,000 വരുമെന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ക്യാപ്ഷൻ്റെ ആൻസർ ഇതാണ്. 25,600 മുകളിൽ നിഫ്റ്റി 24,600 മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 25,200 ഭാഗം വരെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതൊരു നല്ല രീതിയിൽ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആയിരിക്കും. ഇവിടെ നിന്നാണ് മാർക്കറ്റ് അടിച്ചത്. ഏതാണ്? 2 മാർച്ചിൻ്റെ ഈ ഒരു അടി 25,000 തൊട്ട് ഈ ഒരു ഭാഗത്തേക്ക് നിഫ്റ്റി എത്താനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി ഇപ്പോൾ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് 2 മാർച്ചിൻ്റെ ആ വീക്കിൻ്റെ POCയുടെ ഭാഗത്തേക്കാണ്. സോ 24,600 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 24,866 എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ വരെ ടച്ച് ചെയ്യാനും അതിന് മുകളിൽ 25,000 വരെയുള്ള ചാൻസും നിഫ്റ്റിയെ സംബന്ധിച്ചും വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഡെയിലി നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രെൻഡിങ് അപ്പായിട്ട് വന്ന മൺഡേ ആയിരുന്നു. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തിരിച്ച് റിവേഴ്സ് ചെയ്തു. പിന്നെ കഴിഞ്ഞ 3 ദിവസം മാർക്കറ്റ് ഒരു റേഞ്ച് ആയിരുന്നു. അതായത് ഈ വന്ന 16 ഏപ്രിലിൻ്റെ ഹൈക്ക് മുകളിൽ പോകാനും പറ്റിയിട്ടില്ല. അതിൻ്റെ ലോവർ ലെവൽ പൊട്ടാൻ ഫിറ്റ് ചെയ്യാതെ ബാങ്ക് നിഫ്റ്റി റേഞ്ച് ചെയ്യുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ അത്രയ്ക്ക് വലിയൊരു ട്രെൻഡ് അപ്പെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല. ഒരു നോർമൽ വേരിയേഷൻ അപ്പ് വീക്കാണ് ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച്. POC ഫോം ചെയ്തിരിക്കുന്നത് 56,322 ഭാഗത്താണ്. സോ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ ഇതാണ്. ഈ 56,900 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 58,000 വരെ സത്യം പറഞ്ഞാൽ നല്ലൊരു ഗ്യാപ്പ് മുകളിലോട്ടുണ്ട്. ഈ 2 മാർച്ചിൻ്റെ ഈ ഒരു പ്രൊഫൈൽ നിൽക്കുന്നത് ഇവിടെയാണ്. ഏതാണ്?
59,000 ചുരുക്കി പറഞ്ഞാൽ 56,900, അതായത് 57,000 മുകളിൽ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 58,000 അതിന് മുകളിൽ ഈ 58,745 വരെയുള്ള ചാൻസ് ഉണ്ട്. ഇല്ല ബാങ്ക് നിഫ്റ്റി ഈ ഒരു റെഫറൻസിൽ പ്രത്യേകിച്ച് തന്നെ 55,000 പൊട്ട 200 പൊട്ടയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു സിംഗിൾ പ്രിന്റ് കഴിഞ്ഞ വീക്കിലെ സിംഗിൾ പ്രിന്റുകൾ ഫില്ല് ചെയ്യാനുള്ള അത് അപ് ടു 53,000 വരെയുള്ള സിംഗിൾ പ്രിന്റുകൾ ഫില്ല് ചെയ്യാനുള്ള ചാൻസും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ തിങ്കളാഴ്ച മാർക്കറ്റ് 50,000 മുകളിൽ പൊട്ടുമോ അതോ 55,000 പൊട്ടുമോ നോക്കിയിട്ടായിരിക്കും നമ്മൾ ആ വീക്കിൻ്റെ ട്രെൻഡ് ഫോക്കസ് ചെയ്യുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയാം, നിഫ്റ്റിയും അതെയാണ്. എത്രയാണ് 24,600 മുകളിൽ നിൽക്കുമോ അതോ തിരിച്ച് വീണ്ടും അവ എന്ത് ചെയ്യും 24,000 പൊട്ടുമോ എന്നൊക്കെ ഡിസൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ വരാൻ പോകുന്ന വീക്കിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നോ ഇല്ലേ എന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വയ്ക്കുന്നത്. അതേസമയം നമ്മൾ ഇനി മിഡ് ക്യാപ്പിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് നോക്കുമ്പോൾ മിഡ് ക്യാപ്പ് ഒരു പക്ക എന്തുവാണ് ഒരു ട്രെൻഡിങ് അപ്പായിരുന്നു. പക്ക നിഫ്റ്റിയെക്കാളും ട്രെൻഡ് അപ്പായിട്ടാണ് മിഡ് ക്യാപ്പ് ക്ലോസ് ചെയ്ത്. മിഡ് ക്യാപ്പ് 13,850 ഭാഗത്തേക്കാണ്. അപ്പോൾ ചുരുക്കി നല്ലൊരു ട്രെൻഡിങ് അപ്പായിരുന്നു. പക്ഷേ ഒരു നോർമൽ വേരിയേഷൻ ഡേ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഈ ദിവസം ഈ ട്രെൻഡ് വീക്കായിരുന്നു കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത്. പക്ഷേ ഈ കഴിഞ്ഞ പോയ ആഴ്ചയിൽ ട്രെൻഡ് വീക്കായിരുന്നു. പക്ഷേ ഈ ഡേ ടൈപ്പിൽ നോർമൽ വേരിയേഷൻ ചെറിയൊരു ഡേ ആണ്. അങ്ങനെയുള്ള വലിയ ഡേറ്റൊന്നുമില്ല. നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡിങ് അപ്പായിട്ടുള്ള വീക്കായിരുന്നു ഇപ്പം കഴിഞ്ഞു പോയത്. വിത്ത് എ ഗ്യാപ്പ്, അതായത് 13,500 പൊട്ടയാണെങ്കിൽ അപ് ടു 13,330 വരെയുള്ള ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് അവ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പക്ക റേഞ്ചാണ്. മിഡ് ക്യാപ്പ് നിങ്ങൾ നോക്കിയാൽ ഒരിടത്തും പോയിട്ടില്ല. ഈ റേഞ്ച് പൊട്ടിയിട്ടുണ്ടെങ്കിൽ കൂടെ മിഡ് ക്യാപ്പ് ഈ 13,826 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പി ഒ സി 13,943 പി ഒ സിയും അതിന് മുകളിൽ 4 ഈ 14,079 രൂപ പി ഒ സിയുടെ ഭാഗത്ത് ഈ റേഞ്ചിൻ്റെ ഭാഗത്തേക്ക് പോകും. ചുരുക്കി പറഞ്ഞാൽ 14,000 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പിൽ ഞാനൊരു സെല്ലിങ് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് സംഭവിക്കുമോ ഇല്ലേ എന്ന് നമുക്ക് മാർക്കറ്റിനെ നോക്കിയിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതാണ് പൊതുവെയുള്ള കാര്യം. 13,500 മിഡ് ക്യാപ്പിന് ഇമ്പോർട്ടൻ്റ് ആണ്. അത് പൊട്ടിയാൽ ഈ ഒരു ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാൻ വരാനും അതിന് താഴെ ഈ ഗ്യാപ്പുകൾ വേണമെങ്കിൽ മിഡ് ക്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. അതാണ് പൊതുവെ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഒരു ഓവറോൾ ട്രെൻഡ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മിഡ് ക്യാപ്പ് ഒരു ട്രെൻഡിങ് അപ്പായി വീക്കായിരുന്നു. വിത്ത് പി ഒ സി അറൗണ്ട് 13,560 ഭാഗത്തും ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്പ് വീക്കായിരുന്നു. വിത്ത് പി ഒ സി അറൗണ്ട് 56,306. നിഫ്റ്റി ഒരു ട്രെൻഡ് അപ്പായി വീക്കായിരുന്നു. വിത്ത് പി ഒ സി അറൗണ്ട് 24,200 ഭാഗം. ചുരുക്കി പറഞ്ഞാൽ അപ്സൈഡിലേക്ക് മാർക്കറ്റിന് മൂവ്മെൻറ്റ് തരുന്നത് ഈ വാറിൻ്റെ പ്രതീതി കുറഞ്ഞു എന്ന് സൂചിപ്പിക്കുന്നു. അതുകൂടാതെ വിക്സ് കുറയുന്നുണ്ട് മാർക്കറ്റിൽ. പൊതുവെ അതെല്ലാം ഒരു മാർക്കറ്റിൽ എന്താണ് വിക്സ് കൂടുന്തോറും ആ ഫിയർ കൂടുന്നു. ഫിയറിൻ്റെ ഇൻഡെക്സ് വർക്കാവുന്നില്ല. ആൾക്കാർ വാറ് കുറയുന്നു. അതായത് ട്രംപിൻ്റെ വാക്കും പഴയ ചാക്കും ഒരേ ലൈഫിൻ്റെ സ്ട്രക്ചറിൽ പോകുന്നു എന്ന് കൃത്യമായിട്ട് തോന്നൽ വരുന്നത് കൊണ്ട് മാത്രമാണ് മാർക്കറ്റ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ട്രംപിൻ്റെ വാക്കിനെ ആൾക്കാർ ഇപ്പം പഴയ പോലെ പേടിക്കുന്നില്ല. ഒന്ന് പൊതുവേ ഒരു ട്രെൻഡ് മാർക്കറ്റിലേക്ക് മൂവ്മെൻറ്റ് ഇപ്പം കാണിക്കുന്നത് കൊണ്ട് ഇതാണ് ഈ പൊതുവേ എനിക്ക് മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിൽ പറയാനുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇത് ഒരു വീക്ക്ലി സ്ട്രക്ചറിലാണ് ഞാൻ പറഞ്ഞത്. നമുക്കിനി നാളത്തേക്കുള്ള, അതായത് വരാൻ പോകുന്ന നാളത്തേക്കുള്ള മാർക്കറ്റ് എവിടെയായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നാളത്തേക്കുള്ള ഇൻട്രാഡേ സെറ്റപ്പ്, അതായത് മൺഡേയിലേക്കുള്ള ഇൻട്രാഡേ സെറ്റപ്സും ബാക്കി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. സോ മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഒരു നോർമൽ ഡേ ആയിരുന്നു. പക്ക ഒരു നോർമൽ ഡേ ആയിരുന്നു. വിത്ത് പി ഒ സി അറൗണ്ട് 13,791 ഭാഗത്താണ് പി ഒ സി. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്യണം. 13,791 ഭാഗത്തേക്കാണ് മിഡ് ക്യാപ്പിൽ വന്നത്. എത്രയാണ് 13,791 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വന്നു. ഇപ്പോൾ ഞാൻ ആ മിഡ് ക്യാപ്പ് ഒന്ന് മാറ്റി വയ്ക്കുക. എത്രയാണ് 13,791 ഭാഗത്തേക്ക് ആ പി ഒ സി 13,791 ഭാഗത്തേക്ക് ഞാൻ ആ പി ഒ സി കൊണ്ട് ഇന്നലെ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റും ഒക്കെ അച്ചീവായ ദിവസമായിരുന്നു മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 13,746 താഴെ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. എത്രയാണ് 13,746 താഴെ 13,746 താഴെ മിഡ് ക്യാപ്പിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. അത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 13,700 ഭാഗത്തേക്ക് വരും. എത്രയാണ് 13,700 ഭാഗത്തേക്ക് വരാനും സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അതിന് താഴെ അടുത്തത് 13,655 13,655 ഭാഗത്തേക്ക് 13,655 ഭാഗത്തേക്കും അതിന് താഴെ ഈ 629 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക്. എത്രയാണ് 629 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സി 13,629 പി ഒ സിയുടെ ഭാഗത്തേക്ക് വരും. ചുരുക്കി പറഞ്ഞാൽ 746 പൊട്ടയാണെങ്കിൽ 629 വരെയുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത്
ഇനി ബുള്ളിഷ് റെഫറൻസ് ഞാൻ പറയുമ്പോൾ ഇപ്പം നിൽക്കുന്നത് ഏരിയ ഇങ്ങനെ കറങ്ങി പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് 13,882 മുകളിൽ മാത്രമേ ഞാൻ ബൈ ഉള്ളൂ. അത്രയാണ് 13,882 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബൈയെക്കുറിച്ച് ചിന്തിക്കുക. അത് ഫസ്റ്റ് ടാർഗറ്റ് 13,943 ഭാഗത്തേക്ക്, എത്രയാണ് 13,943 13,943 ഭാഗത്തേക്ക് പോകാനും, സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 13,976 എത്രയാണ് 13,976 ഭാഗത്തേക്ക് 13,976 ഭാഗത്തേക്കും, ഫൈനൽ ടാർഗറ്റ് എത്രയാണ് 14,030 എത്രയാണ് 14,030 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ 14,000 ഭാഗത്ത് മിഡ് ക്യാപിറ്റൽ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് വേണമെങ്കിൽ താഴേക്ക് ഇറങ്ങാനുള്ള ചാൻസും വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. അതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആയിരുന്നു, നോർമൽ ഡേ ആയിരുന്നു മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഫ്രൈഡേയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ഇനി ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ബുള്ളിഷ് റെഫറൻസ് കട്ട് ചെയ്ത് 6 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. മാർക്കറ്റ് ഓപ്പണിൽ തന്നെ ബെയറിഷ് റെഫറൻസ് പൊട്ടി, പക്ഷേ അതിന് താഴെ പോയിട്ടില്ല. സോ ബുള്ളിഷ് റെഫറൻസ് കട്ട് ചെയ്ത് 6 R2 മാത്രം തന്നൊരു ദിവസമായിരുന്നു ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. സോ ബാങ്ക് നിഫ്റ്റി പറയുകയാണെങ്കിൽ ഒരു നോർമൽ വേരിയേഷൻ ഡേ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അപ്സൈഡ് ടാർഗറ്റ് ഒന്നും ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്, ഹാഫ് ടൈപ്പ് ടാർഗറ്റൊക്കെ വന്നു. നോർമൽ വേരിയേഷൻ ഡേ ആണ്. 56,000 ഈ ഒരു റേഞ്ച് ഞാൻ ഇപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്നു. ബാങ്ക് നിഫ്റ്റി ഈ ഒരു പക്ക ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. POC 56,321 ഭാഗത്തൊക്കെ തന്നെ 56,321 ഭാഗത്തേക്കാണ് ഞാൻ POC ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ബെയറിഷ് റെഫറൻസ് 56,137 കട്ട് ചെയ്താൽ സെല്ലിംഗ് എടുക്കുക. അതാണ് 56,137 കട്ട് ചെയ്താൽ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 56,000 ഭാഗത്തേക്ക് വരാം, 56,000 ഭാഗത്തേക്കും. സെക്കൻഡ് ടാർഗറ്റ് ഇന്നലത്തെ ലോ ആയ 55,842 എത്രയാണ് 55,845 ഭാഗത്തേക്കും. തേർഡ് എന്ന് പറയുമ്പോൾ അതിന് താഴെ 55,700 ഭാഗത്ത് എത്രയാണ് 57,700 ഭാഗത്ത് 55,700 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡൗൺ സൈഡ് റെഫറൻസ് ലെവൽ. ഇനി നമുക്ക് അപ്പ് സൈഡ് റെഫറൻസ് ലെവൽ നോക്കുമ്പോൾ ബൈ എടുക്കണമെങ്കിൽ ഞാൻ എടുക്കുന്നത് 56,800 മുകളിൽ മാത്രമേ ബൈ എടുക്കൂ. അത്രയാണ് 56,800 മുകളിൽ മാത്രമേ ഞാനൊരു ബൈ ഉള്ളൂ. 56,800 മുകളിൽ മാത്രമേ ഇനി ഒരു ബൈയെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് എങ്ങോട്ട് പോകും? ഫസ്റ്റ് ടാർഗറ്റ് 57,000 ഭാഗത്തേക്ക് പോകും. ഫസ്റ്റ് ടാർഗറ്റ് 57,000 ഭാഗത്തേക്ക് പോകും. ഫസ്റ്റ് ടാർഗറ്റ് അവിടെ ആയിരിക്കും 57,000 ഭാഗത്തേക്ക് 57,000 എത്രയാണ് 57,000 ഭാഗത്തേക്ക് വരാനും. സെക്കൻഡ് ടാർഗറ്റ് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളിപ്പം പോയി നിൽക്കുന്നത് ഏത് ഏരിയയാണ് 56,997 അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 57,121 എത്രയാണ് 57,121 57,121 ഭാഗത്തേക്കും. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 57,300 R3 എന്ന് പറയുന്നത് 57,000 R3 എന്ന് പറയുമ്പം 57,300 ഭാഗം 57,300 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 56,800 മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അത് 57,300 വരെ പോവാനുള്ള 56,800 മുകളിൽ നിൽക്കുന്ന 57,300 വരെ പോവാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചും വളരെയധികം കൂടുതലാണ്. സോ ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആയിരുന്നു, ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് ഓപ്പൺ ചെയ്ത മാർക്കറ്റ് ആയിരുന്നു കഴിഞ്ഞ 3 ദിവസം പക്ക ഒരു ബാലൻസിങ് ആണ് ബാങ്ക് നിഫ്റ്റി തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നിഫ്റ്റി പ്യുവർലി ഒരു ബാലൻസ് ആണ്. ഞാൻ കഴിഞ്ഞ 2-3 ദിവസത്തെ ഞാൻ പ്രൊഫൈലിനെ ഞാൻ മെർജ് ചെയ്യുന്നു. കാരണം വേറെ ഒന്നുമല്ല, പക്ക 3 ദിവസം ഒരു പെർഫെക്റ്റ്ലി ബാലൻസ് ആണ്. 24,229 ഭാഗത്തേക്കാണ് POC 24,229 ഭാഗം 24,229 ആ ഭാഗത്തേക്കാണ് POC വന്നിരിക്കുന്നത്. ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബുള്ളിഷ് റെഫറൻസ് വന്നാൽ ഇനി 24,400 മുകളിൽ ബൈ എടുക്കുക. എത്രയാണ് 24,400 മുകളിൽ നമുക്ക് ബൈയെക്കുറിച്ച് 24,400 മുകളിൽ ഒരു ബൈയെക്കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? പഴയ റെഫറൻസ് ലെവൽ 400 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് ഇവിടെയാണ്. അതാണ് 480 എത്രയാണ് 24,480 480 24,480 24,480 വരെ പോകും. ഫസ്റ്റ് ടാർഗറ്റ് അവിടെ ആയിരിക്കും കേട്ടോ, ഡിഫറൻസ് ഉണ്ട്. സെക്കൻഡ് ടാർഗറ്റ് 480ക്ക് മുകളിൽ അടുത്തത് 550 എത്രയാണ് 24,550 550 ഭാഗത്തേക്കും. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,611 എത്രയാണ് R3 എന്ന് പറഞ്ഞാൽ 24,611 ഭാഗത്തേക്ക് വരെ. ഇത്തവണ പഴയ പോലെ ഡിഫറൻസ് വളരെ കുറച്ച് കൂടുതലാണ്. കാരണം ഇത്രയും ഗ്യാപ്പുള്ള ഭാഗത്തേക്കാണ് നമ്മുടെ മാർക്കറ്റ് പോകുന്നത്. 24,400 പൊട്ടുകയാണെങ്കിൽ 400 അല്ല 411 20
24,420 പൊട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ റെഫറൻസിൻ്റെ ഭാഗത്തേക്ക് 480, 550, 611 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് താഴെ എത്രയാണ് 24,168 താഴെ സെല്ലിംഗ് കിടക്കുക. എത്രയാണ് 24,168 താഴെ സെല്ലിങ്ങിനെ കുറിച്ച് ഞാൻ ചിന്തിക്കും. സോ ഫസ്റ്റ് ടാർഗറ്റ് 24,100 ഭാഗത്തേക്ക് എത്രയാണ് 24,100 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെ ആയിരിക്കും. സെക്കൻഡ് ടാർഗറ്റ് 24,050 എത്രയാണ് 24,057 ഭാഗത്തേക്ക്. തേർഡ് ടാർഗറ്റ് 24,000 ഭാഗത്തേക്ക് 24,000 ഭാഗത്തേക്ക് വരാം. ഒരു കാര്യം ഓർത്തോളൂ, നാളെ മാർക്കറ്റ് എങ്ങനെ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തു അതെല്ലാം ഡിസൈഡ് ചെയ്യും. നാളത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എല്ലാം ഇത് ഡിസൈഡ് ചെയ്യുന്നതാണ്. സോ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും പെർഫെക്റ്റ്ലി 3 ദിവസം ബാലൻസ് ആണ്. മിഡ് ക്യാപ്പ് മാത്രമാണ് ആ ബാലൻസ് ഒന്ന് പൊട്ടി നിൽക്കുന്നത്. സോ എല്ലാവരും കൃത്യമായിട്ട് ലെവൽ മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ മെമ്പർഷിപ്പ് കം മെൻറ്റർഷിപ്പ് ബാച്ചിനെ കുറിച്ച് അറിയാനും എൻ്റെ കൂടെ ലൈവായിട്ട് ട്രേഡ് ചെയ്യാനും ഒരു MCXൻ്റെ ടേബിൾ ട്രേഡ് ചെയ്യാനും ഇപ്പോൾ നമ്മൾ നല്ല ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുത്തായിരുന്നു. അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ നിഫ്റ്റി ഓപ്ഷൻ ടേബിൾ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുത്തായിരുന്നു. സോ എന്തൊക്കെയാണ് നമ്മുടെ ട്രേഡ് സെറ്റപ്പും എങ്ങനെ നിങ്ങൾ ഓവർ ട്രേഡിങ്ങിനെ കുറയ്ക്കാം എന്നതിനെക്കുറിച്ച് എല്ലാം പഠിച്ച് എൻ്റെ കൂടെ ഒരു കൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മെൻറ്റർഷിപ്പ് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ബാങ്കിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ അറിയാൻ വേണ്ടി തമിഴിൽ കാണിച്ച നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി വീക്കെൻഡ് ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.